unmatched talent. കേരളം അവതരിപ്പിക്കുന്ന സൂപ്പർ ഷോ. Unforgettable moments. Watch the world's best Malayali talents come together like never before. Feel the thrill, the energy and the excitement only on Sea Kerala Super Show. Excuse me. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ডান্স അടിപൊളിയായിരുന്നു. എനിക്ക് ভয়ঙ্করাയിട്ട് ইഷ്ടമായി. എന്താ കിടില സ്റ്റെപ്പായിരുന്നു. অনেক ধন্যবাদ, ভীষণ ভালো লাগছে এখানে এসে, এত আনন্দ হচ্ছে, আমি এত এক্সাইটেড ভাবতেও পারবেন না। ও অসাধারণ, কেরালা কি বিউটিফুল, অপূর্ব সুন্দর, অমায়িক। അനുപേടേ ഷോ മാറിയടേ. শুনুন না, বলছি কি শুনুন না, ഇത് ഉറുദു മറാഠിതാ വീണ്ടും പോണല്ല വന്നല്ല. কেরালায় কি সেকেন্ড ল্যাঙ্গুয়েজ বাংলা হতে পারে? ബംഗാളി বেঙ্গলি, কলকাতা, ওয়েস্ট বেঙ্গল, মিষ্টি, রসগোল্লা. അങ്ങനെ കേരളത്തിന്റെ സമസ്ത മേഖലകളും കൈവച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇത് ആങ്കർ ചെയ്യാനിന്റെ ഉള്ളായിരുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം. നടക്കട്ടെ. ചേട്ടാ ഇവിടെ വരൂ, എനിക്ക് കുറച്ചും മലയാളം അറിയൂ. ഭാഗ്യം. സൂരജ് ചേട്ടൻ അല്ലേ? യെസ്, മോക്ഷ. അതെ, മോക്ഷ എല്ലാവർക്കും മനസ്സിലായല്ലോ. നമ്മുടെ കള്ളനും ഭഗവതിയും എന്ന സിനിമയിലെ ഭഗവതി റോൾ കൈകാര്യം ചെയ്ത ആളാണ്. ഗംഭീരമായിരുന്നു. നായികയാണ്. 2 പടം മലയാളത്തിൽ ചെയ്തിട്ടുണ്ട്. അടിപൊളി ഡാൻസ് ആയിരുന്നു. അപ്പോ ബംഗാളിലെ എല്ലാവരെയും അന്വേഷിച്ചു പറയൂ മോക്ഷ. പറയാം. ഓക്കെ, ബൈ, ഓൾ ദി ബെസ്റ്റ്, ബൈ ബൈ. അങ്ങനെ എനിക്കൊരു മോക്ഷം കിട്ടി. നമസ്കാരം, സി കേരളം സൂപ്പർ ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം. ടൈറ്റിൽ അനൗൺസ് ചെയ്തപ്പോ ഇത്രയും ചിരിയാണെങ്കിൽ ഇനി അങ്ങോട്ട് പൊളിക്കും. അല്ല, അതിനെ അത്രയും വലിയ തമാശ ഒന്നും പറഞ്ഞല്ലോ. ആക്കനാടെ ആരാ അത്?
ശരിക്കും എന്റെ ആങ്കറിങ് കണ്ടിട്ട് നീ നന്നായിട്ട് ചിരിച്ചു, ഞാൻ കേട്ടായിരുന്നു. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടാ? അതൊന്നുമല്ല, ഞാൻ കഴിഞ്ഞ ദിവസമാണ് ഗ്രേസ് കൈ തരാതെ പോയില്ലേ, അതിന്റെ യൂട്യൂബിന്റെ വീഡിയോ കൊണ്ട് തിരിച്ചതാ. എടാ നിന്നെ ഇവിടെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചാണ് ഞാനേ. ഒരു 10 സ്റ്റെപ്പ് നടന്നു വരുന്നതിന് പോലെ എന്തിനാടാ 10 ആളെ കൂട്ടി ഈ സാധനത്തിലൊക്കെ ഇരുന്ന് കിടന്ന്? എന്തുവാടെ നിനക്ക് വയ്യേടേ? അണ്ണൻ എന്താ വൈ? അണ്ണൻ ഒറ്റയ്ക്ക് ഈ കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട് ആരോടൊക്കെ എന്തൊക്കെയൊക്കെ വിളിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. മണ്ണ വൈ. നീ വാ, നമുക്ക് വലിയൊരു ഷോയാണിത്, അറിയാലോ. സി കേരളം സൂപ്പർ ഷോ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു പാട്ടിലൂടെ എനിക്ക് പെട്ടെന്ന് ജഗദീഷ് ചേട്ടൻ ഓർമ്മ വന്നു. ഞാനൊരു പ്രാർത്ഥനാ ഗാനം അണ്ണൻ പാടണ്ട, ഒരു പ്രാർത്ഥനാ ഗാനം ഇടുവോ? അവരിട്ട് തരും. എന്താരോ മഹാനു പാവുലു. കണ്ടു, ഞാനേ കണ്ടു, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ആര് പറഞ്ഞു? ഞാനും കണ്ടു. ഞാൻ കണ്ടോണ്ട് നിൽക്കുക. നമ്മുടെ ഷോ സൂപ്പർ ഹിറ്റ് ആവുന്നത് നമ്മുടെ എല്ലാ EMI ഒക്കെ മാസം കൃത്യമായിട്ട് അടഞ്ഞു പോകുന്നത് അല്ലേട്ടാ. അടുത്തോട്ട് നോക്കാരാണ്. എന്റെ പൊന്ന് നവ്യ, നവ്യയുടെ എൻട്രി ഇപ്പഴല്ലാന്ന്. ആര് പറഞ്ഞു? ഈ പാട്ടിട്ട് എവിടെയാണെങ്കിലും ഞാൻ എൻട്രി ആ പാട്ട് നിർത്തണേ, ഞാൻ പാട്ടിടരുത്. പാട്ട് എവിടെ കിട്ടാനും ഏത് ഉത്സവപ്പറമ്പിൽ ഇത് കേട്ടാലും ചാടി ഇറങ്ങി ഡാൻസ് ചെയ്യും. എന്റെ പൊന്നെ ഇപ്പഴല്ല എൻട്രി. പിന്നെ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഒരു 10-25 റഷ്യൻ ഡാൻസ് ഒക്കെ അവിടെ നമ്മൾ റിഹേഴ്സലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കണം. അപ്പോഴാണ് എന്റെ എൻട്രിക്ക് വേണ്ടിയാ. അണ്ണാ, അങ്ങനെയാണെങ്കിലേ ആ സോഫയുടെ പരിപാടി മാറ്റിയിട്ട് ഞാൻ ഈ റഷ്യൻ ട്രാൻസ്ലേഷൻ്റെ കൂടെ ഒന്നുകൂടെ വന്നാലോ? അത് നിന്റെ എൻട്രി നന്നാക്കാനല്ല, നിനക്ക് അതിന്റെ ഇടയിൽ വരവായി. അത് വേണ്ട. നിങ്ങളൊക്കെ എന്ത് മനുഷ്യന്മാരാ! ഒരു സ്ത്രീയുടെ മുമ്പ് വെച്ചിട്ടാണോ ഇങ്ങനത്തെ പൂവാല പറയണേ? ആണുണ്ടോ? നിന്നോടാ ഞാൻ ചോദിച്ചത്. എന്റെ ചോദ്യം നിന്നോടായിരുന്നു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഐശ്വര്യത്തോടെ ഷോയിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ ഷോ ആരംഭിക്കുകയാണ്. സി കേരളം സൂപ്പർ ഷോ പവർഡ് ബൈ. പിന്നെ തമാശ കളിക്കരുത്, വായിച്ചെടുക്കട്ടത്. കണ്ണു കാണൂലേ? കണ്ണു കാണൂലേ? അതല്ല, എനിക്ക് ഇത് കിട്ടുന്നില്ല. ഇത് ഏത് അക്ഷരാഭ്യാസം ഇല്ല അതാണോ? ഇംഗ്ലീഷ് വായിക്കാൻ പറ്റില്ല. അതല്ല, അത് വേറെന്തോ ഒരു ഒരെണ്ണം വായിക്കോ. ഒരെണ്ണം ഇയാളൊന്ന് വായിച്ച അങ്ങനെ പണ നമുക്ക് അറിയാവുന്ന ഒരാളെ വിളിപ്പിക്കാം. അതാ നല്ലത്. ആളുണ്ടല്ലേ അങ്ങനെ സി കേരളം ഒരാളെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, തട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനു വേണ്ടിയിട്ട് ഒരാളെ സി കേരളം തട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റാരുമല്ല,
എനിക്ക് ചാനൽ മാറിപ്പോയതാണോ അതോ എന്തൊക്കെയോ ഒരു മാറ്റം? ഏയ് അല്ല, ആ കുട്ടി തന്നെ അല്ലേ? അതെ അതെ, ഈ കുട്ടി ഇവിടുത്തെ കുട്ടി, ഈ പ്രോഗ്രാമിന് ഇവിടുത്തെ കുട്ടി ചാട്ടവറങ്ങാനുണ്ടോ? ഇല്ല, ഫ്രീ ഹാൻഡാ. ഇപ്പൊ രക്ഷപ്പെട്ടു. ആ പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങും. അയ്യോ അങ്ങനെയല്ല, ഇത് സി കേരളം സൂപ്പർ ഷോ. ഓക്കെ. അപ്പൊ ഇതാണ് സി കേരളം സൂപ്പർ ഷോ. ഈ ഒരു ഷോവിന്റെ ആ ഒരു റൂട്ട് അത് എങ്ങനെ പോയാലും സുരാജേട്ടന്റെ കാലിന്റെ ഐശ്വര്യം എന്ന് ഞാൻ പറയും. കാരണം സുരാജേട്ടനാണ് ഈ ഫ്ലോറിൽ വലത് കാലം വെച്ച് കയറിയിട്ടുള്ളത്. ഒളിക്കല്ലേ നമ്മള്? രണ്ട് രീതിയിലാ. ഇതൊരു ഭീഷണിയും കൂടിയാ. എങ്ങനെ വേണമെങ്കിലും വിചാരിക്കാം. ഞാനൊരു വഴിവെട്ടി കൊടുത്തേ ഉള്ളൂ. ഈ ഫ്ലോറിൽ കിടന്നു വന്ന ആള് ഞാൻ. കിടന്നു വന്നതാണല്ലേ? ഓക്കെ. ഉരുണ്ട് അതല്ലെങ്കിൽ ഉരുളാൻ ബെസ്റ്റ് ആണല്ലോ. അങ്ങനെയല്ല. അപ്പം നവി ചേച്ചി ഞാൻ ചോദിക്കാം, ഈ ഒരു ഷോന്ന് കോള് വന്നപ്പോ ലൈക്ക് എന്തൊക്കെയായിരുന്നു എക്സ്പെക്ടേഷൻസ്? നല്ല ശമ്പളം, നല്ല ശാപ്പാട്, പിന്നെ ഉച്ചക്കൊരു മയക്കം. ഉച്ചക്ക് ഒരു മയക്കം. ഉച്ചക്കൊരു വായിക്കോ. രാത്രി നേരത്തെ പോണ്ടേ? 6:30 ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഒരു 1500 കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കാനുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയില് ഒരു ഇത്തിരി നേരം, അതായത് ഒഴിവ് സമയമുള്ള ഒരു ഇത്തിരി നേരം വേണമെങ്കിൽ ഷൂട്ടാവാം, അങ്ങനെയല്ലോ ഉദ്ദേശിച്ചത്? എനിക്ക് പറഞ്ഞു വന്നപ്പോ തോന്നി. ശരി സുരജ് ചേട്ടാ, കൂട്ടൊക്കെ ഇട്ട് വന്നിട്ട് ഭയങ്കര ഭംഗിയുണ്ട് കാണാനായിട്ട്. എനിക്ക് അറിയാൻ വേണ്ടിട്ട് കുട്ടി മാത്രമേ ഉള്ളൂ, ഇനി നിങ്ങളുടെ കൂടെയുള്ള എല്ലാരും ഇതിനകത്തുണ്ടോ? സുരാജേട്ടൻ കണ്ടാ ഞെട്ടും. ഞങ്ങളൊരു ട്രാവലർ പിടിച്ചാ പോന്നിട്ടുള്ള. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സൂപ്പർ ഷോവിന്റെ ഇത്രയും അല്ലെങ്കിൽ ഇത്രയും ഭാഗം കണ്ടിട്ട് നിങ്ങൾ സൂപ്പർ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണെന്ന് അറിയാം. എന്നാൽ ആ എക്സൈറ്റ്മെന്റ് ഇവിടെ തീരുന്നില്ല. ദ ഐക്കൺ ഫോർ ദി ഡേ നമ്മളോടൊപ്പം സീ കേരളത്തിന്റെ സൂപ്പർ ഷോയിൽ യെസ് വി ഹാവ് നമ്മുടെ സ്വന്തം ജനപ്രിയ നായകൻ, നമ്മുടെ സ്വന്തം ദിലീപേട്ടൻ. ദിലീപേട്ടാ, സൂപ്പർ ഷോ എന്ന് പറയുന്ന ആ ഒരു ഷോന്റെ വലിപ്പം നമ്മുടെ പ്രേക്ഷകർ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്. സോ എന്താണ് നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് പറയാനുള്ളത്? വലിയ സന്തോഷമുണ്ട് സി കേരളം സൂപ്പർ ഷോയിലേക്ക് വരാൻ സാധിച്ചതിൽ. ഒരുപാട് ഷോസിന്റെ ഒരു ഇനാഗുറേഷന് വേണ്ടിയിട്ട് ഞാൻ പലതവണ വന്നിട്ടുണ്ട്. ഈ ടീമിന്റെ തന്നെ ഇങ്ങനെ ഉള്ള അവസ്ഥ. പിന്നെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറെ നാളെ ഇവരെയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഒരുമിച്ച് സിനിമ ചെയ്തിട്ട് കുറച്ചാളായി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഇവിടെ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു സുരാജ് ഉണ്ട്, ഞാൻ, പിന്നെ നമ്മുടെ അനിയൻ, നമ്മളിപ്പോ ഒരുമിച്ച് സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നു, പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട നായിക നവ്യ. അപ്പൊ ഇവരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഒന്ന് ഈ വേദിയിൽ വെച്ച് ഇവരൊക്കെ ഒന്ന് വീണ്ടും പരിചയം പുതുക്കാം എന്നുള്ള രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. പിന്നെ അതിനേക്കാളൊക്കെ വരി ലക്ഷ്മി നക്ഷത്രം ഇവിടെ എന്തായാലും പരിപാടി വൺ സക്സസ്. നിങ്ങൾ എല്ലാവരും ലൈക്ക് പ്രൊമോ വന്നു തുടങ്ങിയപ്പോ തന്നെ എന്താണ് ഈ ഷോ എന്നുള്ളത് ഭയങ്കര ക്യൂരിയോസിറ്റിയോട് ഇരിക്കുക. ഇത്രേ പറയാനുള്ളൂ. പുതിയൊരു വർഷം തുടങ്ങുകയാണ്. ക്രിസ്മസ് കഴിഞ്ഞ് ന്യൂ ഇയറിലേക്ക് നമ്മൾ പോവാണ്. ഏറ്റവും വലിയൊരു ന്യൂ ഇയർ ഗിഫ്റ്റ്. ന്യൂ ഇയറിന് കാര്യം പറഞ്ഞപ്പോൾ ദിലീപേട്ടാ, ഇത്തവണത്തെ ന്യൂ ഇയറിന്റെ റെസൊല്യൂഷൻ എന്താ? ഫ്രഷ് ചോദ്യം കേട്ടോ. ആ ദിലീപേട്ടനോട് എന്റെ നമ്മുടെ ഈ ഷോ കൊടുക്കല്ലേ ഡിസിഷൻ നമ്മുടെ കൂടെ ഉണ്ടാവും ത്രൂ ഔട്ട് ഇല്ല, ഇടയ്ക്കൊക്കെ വന്നാൽ അങ്ങനെ നിങ്ങൾ എങ്ങനെ ന്യൂ ഇയറിന് കാണുന്നു
അല്ല സുരാജ്, എങ്ങനെ ഞാൻ എന്റെ- പറയൂ? പുതിയ വർഷം എന്ന് പറയാൻ കാരണം ദിലീപേട്ടനെ സംബന്ധിച്ചിടത്തോളം ലൈക്ക് നമ്മുടെ ഷോ ആണ് പുതിയ വിശേഷം എന്ന് പറഞ്ഞ പോലെ സുരാജ് ഏട്ടനെ അല്ല സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ ഷോ എന്ന് പറയുന്നത്. എന്താ ഈ പുതിയ ഷോ? സി കേരളം സീക്കറിൽ അത് മനസ്സിലായി. പുതിയ ഷോയിൽ എന്തൊക്കെയാ? ലക്ഷ്മിക്ക് പുതിയ ഷോ. ലക്ഷ്മിക്ക് ഓ പുതിയ നമ്മളൊക്കെ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. പുതിയ ഷോ എന്ന് പറയുന്നത് എല്ലാം പഴയ ആൾക്കാർ. പക്ഷേ ഓക്കെ എല്ലാം പഴയ ആൾക്കാരും, പക്ഷെ ഒരാൾക്ക് പഴയ ഒരാൾക്ക് ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. കോട്ടക്കെട്ട് ഇപ്പൊ പ്രൊഡ്യൂസർ റോളിലും കൂടെ ആണല്ലോ. ഞാൻ ചേട്ടനെ പ്രൊമോട്ട് ചെയ്യാനാ വന്നേ. Thank you. അല്ല ഞാൻ ചോദിക്കട്ടെ, കണ്ടോ, ഇവിടെ ഇഷ്ടമായി. തന്നെ മാറ്റിയ അതായത് ഇന്ന് അതെങ്ങനെയാണ് ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കും സാഹചര്യം. അതെ അതെ ഞാൻ ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കും. അതെ ഇന്നിപ്പോ ശരിക്കും ലൈക്ക് ഈ ഒരു ഷോയില് ലൈക്ക് ഗസ്റ്റ് ആയിട്ടാണല്ലോ വന്നത്. അതെ. പക്ഷെ അതിലുപരി എനിക്ക് ഗസ്റ്റിനേക്കാൾ ഒരു പ്രൊഡ്യൂസർ ലുക്കാണ് ഇങ്ങനെ കൂടുതൽ തുളുമ്പി നിൽക്കണേ. അല്ല ആ പറഞ്ഞതിന് ഒരു തിരുത്തുണ്ട്. ആ. ഗസ്റ്റ് ആയിട്ടല്ലായിരുന്നു നമ്മൾ സംസാരിച്ച അനിലേട്ടനും ഞാനുമായിട്ട്. ആ. എന്നെ സ്ഥിരം എന്ന് പറഞ്ഞിട്ടാ വിളിച്ചത്. അല്ല ഈ ഗസ്റ്റ് എന്ന് പറയുമ്പോ ഫ്രണ്ടിൽ ഒരു സ്ഥിരം വെച്ച പോരെ, സ്ഥിരം ഗസ്റ്റ്. ആ അങ്ങനെ പറയാം. റെഗുലർ ഗസ്റ്റ് എടുത്ത് പറയണോ? അതെ 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 ടെൻഷൻ ആയി പോയല്ലേ. ഞാൻ ഗസ്റ്റ് ആണോ അതോ ഇങ്ങനെ നിക്കണ ഞാൻ പോണോ? അപ്പോ സുരാജ് ചേട്ടാ സ്വന്തമായിട്ട് ഇപ്പൊ ഇങ്ങനെ ഒരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് ഇങ്ങോട്ട് വരുമ്പോ ഭയങ്കര കൂൾ ആൻഡ് ചില്ലായിരിക്കും. പക്ഷെ സ്വന്തമായിട്ട് ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? എന്തൊക്കെയാ വ്യത്യാസങ്ങൾ നടനായിട്ട് പോകുമ്പോഴും പ്രൊഡ്യൂസറായിട്ട് ഇതിങ്ങനെ കാശം വെച്ച് പോകുമ്പോഴും? ഒറ്റ വ്യത്യാസമുള്ളൂ, മറ്റേത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രൊഡ്യൂസറിന്റെ ഭാഗത്ത് എനിക്ക് അങ്ങനെ അധികം ചിന്തിക്കേണ്ടി അല്ലെങ്കിൽ അതിനുവേണ്ടി നിൽക്കേണ്ടി വന്നില്ല. കാരണം കൂടെ ഒരാളെ കൂടെ ഞാൻ സപ്പോർട്ടിന് വെച്ചു. ലിസ്റ്റിൻ സ്റ്റീഫൻ മാജിക് ഫ്രെയിംസ് പണി അറിയാന്നുള്ള ഒരുത്തനെ കൂടെ വെച്ചത് കാരണം ഞാൻ സൈഡിൽ പിന്നെ എനിക്ക് അങ്ങനെ അങ്ങോട്ട് പോകേണ്ടിയൊന്നും വന്നില്ല. നമ്മൾ ആക്ടിങ് മാത്രമാണ് ശ്രദ്ധ. ശരി അങ്ങനെയാണെങ്കിൽ ഒരാളെ കൂടെ പിന്നെ സപ്പോർട്ട് പ്രൊഡ്യൂസർ ആവുന്നത് പടം ഇറങ്ങിയതിന് ശേഷം ഇതിന്റെ വരും വരായി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. വരവ് നോക്കിയിട്ട് ആ സ്ഥലത്താണ് ഇവൻ പ്രൊഡ്യൂസർ ആവുന്നത്. അവിടെയാണ് അതെ അതാണ് അവിടെയാണ് അവിടെയാണ് ഇത് ഇതിന്റെ കാശ് അവിടെ ലിസ്റ്റിൻ ഇവിടെ വാ. ഇവിടെ വാ അത് പറ. ഓ, നിങ്ങൾ അപ്പൊ എന്റെ ശമ്പളം എന്ത്? അവസാനത്തെ അങ്ങനെയൊക്കെ അവിടെയാണ് പ്രൊഡ്യൂസർ. അവസാനത്തെ പടമായിരിക്കും. ആദ്യത്തേതും അവസാനത്തേതും അങ്ങനെയൊന്നും പറയല്ല. കണ്ടിന്യൂസ് പടം ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എക്സ്ട്രാ ഡീസന്റ് Extra അടിപൊളിയായിട്ട് decent, തിയേറ്ററിൽ തീർച്ചയായിട്ടും. പോയിക്കൊണ്ടിരിക്കുക. തിയേറ്ററിലെ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ കണ്ട പടം കണ്ടില്ലെങ്കിൽ വേഗം തന്നെ തിയേറ്ററിൽ നിന്ന് കാണൂ. നിങ്ങളുടെ അടുത്ത തിയേറ്ററിൽ നിന്ന് എക്സ്ട്രാ ഡീസന്റ് കാണും. ഒരു കൊച്ചു സിനിമയാണ്, അറിയാലോ. ഒരുപാട് ചിരിക്കാനൊക്കെ വളരെ ഇത് ഡിഫറെന്റ് കഴിഞ്ഞിട്ട് കോൺസെപ്റ്റ് ആണ്. പക്ഷെ അല്ലല്ല അപ്പൊ പറയുമ്പോഴല്ലേ കൊച്ചു സിനിമ എന്ന് പറയരുത്, പ്രൊഡ്യൂസർ വലിയ സിനിമ എന്ന് പറയണം. അപ്പോഴേ അതിനനുസരിച്ചിട്ടുള്ള ഇത് വരുള്ളൂ. അതായത് കണ്ടില്ലേ വർഷങ്ങൾക്ക് ശേഷത്തിന് ഇവ തള്ളിയില്ലേ, അതുപോലെ തള്ളണം. അതല്ല എന്താ വെച്ചാൽ വലിയ സിനിമ എന്ന് തന്നെ പറയണം. കാര്യം എനിക്ക് പറയാന്ന് വെച്ചാൽ എന്റെ അടുത്ത സിനിമയുടെ നിർമ്മാതാവ് എന്ന് പറഞ്ഞ വലിയ സിനിമയുടെ നിർമ്മാതാവായ സുരാജ് വെഞ്ഞാറമൂട് തീർച്ചയായും ദിലീപേട്ടനെ വെച്ചിട്ട് സിനിമ ഇത് ചെയ്യാനായിട്ട് വന്നിട്ട് രണ്ട് കൊളത്തില്ലേ? രണ്ട് കൊളത്തില്ലേ ഇന്ന് വന്നിട്ട് ഒരു പടം ഒരു പ്രൊഡ്യൂസർ. നമ്മള് സംസാരം തുടങ്ങിയല്ലോ. 4 കോളം ഒത്തിട്ട പോകണ്ടേ. ശരി ഓക്കെ. ആൻഡ് ഇവിടെ നമ്മൾ നവ്യ ചേച്ചിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതായത് ഇഷ്ടം എന്ന് പറഞ്ഞ സിനിമയിലൂടെ വരുമ്പോ അതിലെ നായകൻ ദിലീപേട്ടൻ ഇങ്ങനെ എന്താ പറയാ അടിച്ചു പൊളിച്ച് നടക്കുന്ന ആ ഒരു സമയം നമുക്ക് എട്ടും പൊട്ടും തിരിയാത്തൊരു പ്രായം. എന്തായിരുന്നു ആ ഒരു സിനിമയിൽ നിന്ന് ഓഫർ വന്നപ്പോ ദിലീപേട്ടനെ കാണാൻ പോണു അങ്ങനത്തെ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നോ അതോ ലൈക്ക് സിനിമയ്ക്ക് ശേഷമായിരുന്നു? ദിലീപേട്ടനും ആക്ച്വലി അന്ന് ലൂസിയ പാലസിൽ വെച്ചിട്ട് അവര് നവ്യയുടെ മോണാക്ട് അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. സ്ക്രീൻ ടെസ്റ്റിന് അതായിരുന്നു എനിക്ക് അന്ന് VHS ഇല്ല ചേട്ടാ കരിയർ ഒന്ന് നിർത്താൻ തോന്നിയിരുന്നു ഈ ആൾക്ക് ഒരു കരിയർ ഉണ്ടെന്നാണ് തോന്നിയത്. അന്ന് തോന്നി. പറയരുത് അല്ലേ അങ്ങനെ ഇത്ര ഉണ്ടായിരുന്നു അമ്മ വിളി ഇത്തിരി കൂടിപ്പോയോ? എനിക്ക് അല്ലല്ലേ ഇങ്ങനെയൊക്കെ കുറച്ച് നോക്കട്ടെ എങ്ങനെയായിരുന്നു? പല ക്യാരക്ടേഴ്സ് അല്ലേ മോണോ ആക്ട് എന്ന് പറയുന്നത്. ചെയ്യണം ഒരാൾ നിന്നിട്ട് പല ക്യാരക്ടേഴ്സിന് ചെയ്യും. അതിനാണ് മോണോ ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഭാവിയിൽ മദ്യപാനിയുടെ വരാൻ സാധ്യതയുള്ള ഒരു ഹീറോയിനാണ് ആ ടാലന്റ് നമുക്ക് തോന്നും. അന്നത്തെ ഒരു ധന്യ വീണ വരണു എന്ന് പറഞ്ഞപ്പോ ചേട്ടന്റെ മനസ്സിലെന്തായിരുന്നു? ലൈക്ക് ഇഷ്ടം സിനിമ ഒരു ബിഗിനർ ആണ്. ഞാൻ സാറിനടുത്ത് പറഞ്ഞു ഈ സിനിമയിലല്ലേ വേറെ സിനിമയിൽ വരും സാർ. ഈ കുട്ടി പറയുന്നത് കേട്ടിട്ട് ഇതിന് കറക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട് എന്നുള്ള രീതിയിലാണ്. നമ്മുടെ അഭിപ്രായം ചോദിച്ചപ്പോ നമ്മളെ അഭിപ്രായം പറഞ്ഞു. ശരിക്കും പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറം വരണം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് തലയിൽ എഴുതി വെച്ചിരിക്കുന്നോണ്ടാണ് അതിലേക്ക് വന്നത് അല്ലേ?
സത്യം. ഇല്ലേ പിന്നെ അല്ലേ ഞാൻ- അല്ലേ അല്ലേ ഞാൻ അച്ഛൻ ശ്രീനിവാസൻ അങ്ങനെ ആ വഴി വന്നു. നെപ്പോ, നെപ്പോ. ഇഷ്ടം, പാണ്ടിപ്പട, കല്യാണരാമൻ, അങ്ങനെ ഒരുപാട് കോമ്പിനേഷൻസ് ഉണ്ട് ഇവര് തമ്മിൽ. മഴത്തുള്ളി കിലുക്കം, മൊത്തത്തില് കോമ്പിനേഷൻസ് ആണല്ലേ. ഇപ്പം നിങ്ങൾ തമ്മിലും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ ഒരു കെമിസ്ട്രി ഒക്കെ ലൈക്ക് എല്ലാവർക്കും അറിയുന്നത്. അല്ല ഇതിനേക്കാളും നല്ല കോമ്പിനേഷൻ നമ്മൾ തങ്ങളില്ല. രസികൻ, കാര്യസ്ഥൻ, പിന്നെ 2 കൺട്രീസ്, പിന്നെ മിസ്റ്റർ ബട്ട്ലർ, ലൈഫ് ഓഫ് ജോസൂട്ടി, അല്ലല്ല, കോടതി ആ സമക്ഷം combination ആണ് ബാലപക്യം. കുറച്ചുകൂടെ നല്ലത്. ഞങ്ങളീ 2 കൺട്രീസ് ഒക്കെ നീ ഏത് സിനിമയാടാ കണ്ടിട്ടുള്ളത്? കോമ്പിനേഷൻ എന്ന് പറയുമ്പോ ആണും പെണ്ണും തമ്മിലാണ് കോമ്പിനേഷൻ. അല്ലാണ്ട് ഞാൻ നിന്നോട് ചോദിക്കട്ടെ, നീ ഏതെങ്കിലും ഒരു സിനിമ കഥ കേട്ടിട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അവന് മലത്തിയടിച്ച് അല്ല, ഞാനൊരു കഥ പറയാൻ വേണ്ടി ഇവിടെ പോയപ്പോ എന്നോടൊരു കഥ പറഞ്ഞിട്ട് ഞാനൊരു പടം ചെയ്തായിരുന്നു. എന്നാ തുടങ്ങിയാലോ? യെസ്. അപ്പോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മുടെ സി കേരളത്തിന്റെ സൂപ്പർ ഷോ. സെറ്റ് ഒക്കെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? പരിപാടി ഗംഭീരാക്കണം എന്നുള്ളതാണ്. സെറ്റാണെന്ന് തോന്നുന്നു. ഒത്തുപിടിച്ച സെറ്റ് ആണെന്ന് തോന്നുന്നുണ്ടെന്ന്. അല്ല, അങ്ങനല്ല, സെറ്റ് പോലെ ഉണ്ടെന്ന് തോന്നുന്നു. സോ ഇത് സൗണ്ട് വരുന്നത് ഒന്നും പറഞ്ഞില്ല. യെസ്. അപ്പൊ ഏതായാലും നമ്മൾ നമ്മുടെ സൂപ്പർ ഷോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മുടെ താരങ്ങൾ നമ്മളോടൊപ്പം ഉണ്ട്. ഓഡിയൻസ് ഇവിടെ റെഡിയാണോ? യെസ്. വൺസ് അഗൈൻ സി കേരളം പ്രസന്റ് സൂപ്പർ ഷോ.